ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉരുക്കു വനിതയായ സോണിയാഗാന്ധിക്ക് 77ാം ജന്മദിനമാണെന്ന്. സർക്കാരുകളുടെ അധികാരത്തിൻ്റെയോ ഭാഗമാകാതെ നേതൃപാടവവും നയചാതുര്യവും കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ കരുത്തു തെളിയിച്ച ചുരുക്കം ചില പേരുകളിൽ ഒരാളാണ് സോണിയ. ഇറ്റലിയിലെ വിഗൻസായിൽ സ്റ്റെഫാനിയുടെയും പൗള മിയാനോയുടെയും മകളായി 1946 ഡിസംബർ 9 സോണിയ ജനിച്ചത്. 1964 ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനായി സോണിയ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് നഗരത്തിലെത്തുന്നത്. അവിടെ വെച്ച് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ കോളേജിൽ പഠിച്ചിരുന്ന രാജീവ് ഗാന്ധിയെ കണ്ടുമുട്ടി. 1968 ഇരുവരും തമ്മിലുള്ള വിവാഹം. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഭർത്താവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ കൊലപാതകം നടന്ന 7 വർഷങ്ങൾക്ക് ശേഷം 1998 സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാകുന്നത്. തുടർന്ന് 22 വർഷം സോണിയാഗാന്ധി ആ പദവിയിൽ തുടർന്നു. 2017 രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തെങ്കിലും 2 വർഷങ്ങൾക്ക് ശേഷം 2019 രാഹുൽ ഗാന്ധി രാജിവെച്ചതിനെ തുടർന്ന് സോണിയാഗാന്ധി വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി. കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റവും കൂടുതൽ കാലം വഹിച്ച നേതാവെന്ന പേരും സോണിയാഗാന്ധിക്കാണ്. സോണിയയുടെ വിദേശത്ത് ജനനം, വിവാഹശേഷം 15 വർഷത്തേക്ക് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാതിരുന്നത്, ഹിന്ദിയിലോ മറ്റ് ഇന്ത്യൻ ഭാഷകളിലുള്ള പരിജ്ഞാനക്കുറവ് തുടങ്ങിയവ സോണിയയുടെ എതിർകക്ഷികൾ പ്രത്യേകിച്ചും BJP ശക്തമായ പ്രചാരണ ആയുധമാക്കിയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മരുമകളായ ദിവസം തന്നെ താൻ ഹൃദയം കൊണ്ടൊരു ഇന്ത്യക്കാരിയായി എന്നായിരുന്നു സോണിയയുടെ മറുപടി. ഇന്ന് 77ാം വയസ്സിലെത്തി നിൽക്കുമ്പോഴും രാജ്യത്തെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയക്കാരിൽ ഒരാളായാണ് സോണിയയെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളുടെ പട്ടികയിൽ അവർ ഇടം നേടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.